ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമെയിൽ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ആദ്യം ഭൂരിഭാഗം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, എന്നാൽ പോലും അറിയാത്ത കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൊബൈൽ ട്രിക്സ് സീരീസിൽ ഈ ഒരു വീഡിയോ എന്തായാലും ഈ ഒരു ചാനൽ വേണം എന്ന് അതുകൂടി കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അറിയുന്ന ആളുകളാണ് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാം. അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അറിയാം ഒരുപാട് മെത്തേഡ്സിലൂടെ നമുക്ക്, അതായത് നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഒരുപാട് മെത്തേഡ്സിലൂടെ നമുക്ക് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് വഴി നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗൂഗിൾ എന്നൊരു ആപ്പ് ഉണ്ട്, ആ ഗൂഗിൾ ആപ്പ് വെച്ച് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടി നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയോട് നോക്കാൻ പോകുന്നത് ക്രോം എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളതിന് വേണ്ടി ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ക്രോം ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ജിമെയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ജിമെയിൽ ലോഗിൻ അല്ലെങ്കിൽ ജിമെയിൽ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ജസ്റ്റ് ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്യാം. ജിമെയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ജിമെയിലിൻ്റെ ഒരു ഗൂഗിൾ ജിമെയിൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇവിടെ സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഗെറ്റ് ജിമെയിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഗെറ്റ് ജിമെയിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് ജിമെയിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറയുന്നത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ യൂസർ നെയിം, നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും. അതിനുശേഷം വീണ്ടും കൺഫേം ചെയ്യാൻ വീണ്ടും ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നെയിമിൻ്റെ അവിടെ നിങ്ങൾ നെയിം കൊടുക്കാം, ലാസ്റ്റ് നെയിമിന് നെയിം കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഏതാണ് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ജിമെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ട നെയിം കൊടുക്കുക, ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡും കൊടുക്കുക, പാസ്വേഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അതുപോലെ തന്നെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത ശേഷം നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ റിക്കവറി ഇമെയിൽ അഡ്രസ്സ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും ഒക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഫോൺ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വരുന്ന ഇനി നമ്മൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മൊബൈൽ നമ്പർ കറക്റ്റ് ആണെന്ന് നോക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ സെൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്ന 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങളിവിടെ താഴെ കാണുന്ന വെരിഫൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമ്മളെല്ലാം കൊടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തു, എല്ലാം സെറ്റായി. ഇനി നമ്മൾ ജസ്റ്റ് ഫൈനൽ സ്റ്റെപ്പാണ്, അതായത് ഗെറ്റ് മോർ ഫ്രം യുവർ നമ്പർ, അതായത് വീഡിയോ കോൾ ചെയ്യാൻ, മെസ്സേജ് വരാൻ, അതുപോലെ തന്നെ ഗൂഗിളിലെ എല്ലാ സർവീസും ഇൻക്ലൂഡ് ആഡ്സ് മോർ റിലവൻറ്റ് ടു യു എന്നുള്ള, അതായത് അവരുടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കിവിടെ സ്കിപ്പ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ യെസ് ഐ ആം ഇൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. യെസ് ഐ ആം ഇൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പ്രൈവസി ആൻഡ് ടേംസ് എന്നുണ്ട്, അതായത് നമ്മൾ പ്രൈവസി ടേംസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ച് നോക്കിയ ശേഷം നിങ്ങൾക്കിത് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഇത് വായിച്ച് നോക്കണം. അപ്പം അതായത് എന്തൊക്കെയാണ് അവരുടെ ഡാറ്റാസും കാര്യങ്ങളും, അതുപോലെ തന്നെ അവരെന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്, നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടിൽ എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നുള്ള എല്ലാ കാര്യവും നിങ്ങൾ വായിച്ച് നോക്കണം. അപ്പോൾ അതിനുശേഷം ഇവിടെ ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ക്രോം വഴിയാണ് നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സെറ്റിങ്സ് എടുത്തിട്ട് ആഡ് അക്കൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ജിമെയിലിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ വഴി നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ജിമെയിൽ അക്കൗണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗൂഗിൾ സർവീസ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് ക്രോം വഴി നമുക്ക് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഗൈസ്, അപ്പോൾ എങ്ങനെയാണ് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കണ്ടു. തീർച്ചയായും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അറിയാത്തവർക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതായിരിക്കും ഇറ്റ്സ് മീ അൻഷാദ് സൈനിങ് ഓഫ്.